आज की हिंदी कक्षा में सभी को स्वागत है। इന്നത്തെ हिंदी क्लाസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ओम प्रकाश वात्मीकि द्वारा लिखित कहानी शवयात्रा. पिछले कक्षा में हमने पढ़ा कि सूरजा यानी कलन की पिता पक्का घर बनाने के लिए गांव के मुखी के पास जाता है. एक निम्न जाति के होने की वजह से सब लोग उसे निराशा करके छोड़ते हैं. कल्लन और उनके परिवार घर बनाना गांव के सब लोगों के लिए ईर्ष्या की बात है. किसी को पसंद नहीं था. सूरजा हार मानने तैयार नहीं था. कल्लन को तो डर था गांव की हालात देखकर. सलोनी यानी कल्लन की बेटी को बुखार होती है. सरोज ने उसे गोली दी मगर बुखार कम नहीं होती है. सरोज का मन घबरा रहा था. वह जाने की जिद कल्लन से करती है. सूरजा को समझाने को कहती है. इतना ही हम पिछले कक्षा में पढ़े थे. चलते हैं आगे की ओर. അങ്ങനെ നമ്മുടെ സലോനിക്ക് കള്ളൻ്റെ മകൾക്ക് പനി പിടിക്കുകയും കയ്യിലുള്ള ഗുളിക അവളുടെ അമ്മയായ സരോജ് അവൾക്ക് കൊടുക്കുകയും പക്ഷേ പനിയിലൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. സരോജ് ആകെ പേടിച്ച് ഭയന്നിരിക്കുകയാണ്. തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകാൻ വാശി പിടിക്കുകയും ചെയ്യുന്നു. അച്ഛനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. നമ്മളിവിടെ വെറുതെ പൈസ കളയുകയാണ്. അതുപോലെ മകൾക്ക് തീരെ വയ്യ. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ കള്ളൻ്റെ വൈഫ് सरोज. कल्लन सूरजा को समझाने में असमर्थ था. उसने सरोज से कहा, अब आखिरी वक्त में बापू का जी दुखाना क्या ठीक होगा? सरोज चुप हो गई थी. അങ്ങനെ കള്ളനോട് അച്ഛനെ മനസ്സിലാക്കിപ്പിക്കാൻ പറഞ്ഞ സമയത്ത് കള്ളൻ സൂരജയോട് പറയുകയാണ് അത് കള്ളനെ സംബന്ധിച്ച് സാധ്യമായിരുന്നില്ല. കാരണം സരോജയോട് പറയുകയാണ് അപ്പോൾ ആഖിരി വഖത്ത് മേ ബാപ്പു കാ ജി ദുക്കാന ക്യാ ടീക്ക് ഹോഗ. ഈ അവസാന സമയം, അതായത് സൂരജ വളരെ പ്രായമായ ഒരു മനുഷ്യനാണ്. കള്ളൻ്റെ അച്ഛനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ അവസാന നിമിഷം മനസ്സ് വേദനിപ്പിക്കുക അത് ശരിയാണോ എന്ന് സരോജയോട് ചോദിക്കുകയാണ്. आखिरी वक़्त ना आखिरी समय में वक़्त समय बापू का जी दुखाना. जी का मतलब है मन, ഹൃദയ. ദുഃഖാന വേദനിപ്പിക്കുക. ടീക്ക് ഹോഗ അത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. സരോജ് ചുപ്പ് ഹോ ഗയി തി. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ സരോജ് കള്ളൻ്റെ വൈഫ് മിണ്ടാതെയായി. പിന്നൊന്നും പറഞ്ഞില്ല. सूरजा ने रात भर जाकर ईंटों की रखवाली की थी. एक पल के लिए भी आंखें नहीं झपकी थी. सुबह होते ही वह साबिर मिस्त्री को बुलाने चल दिया था. സൂരജ രാത്രി മുഴുവൻ ഉണർന്നിരുന്നു കൊണ്ടാണ് നമ്മുടെ കള്ളൻ ട്രക്കിൽ ഇറക്കിയ ഇഷ്ടികയൊക്കെ സൂക്ഷിച്ച് സംരക്ഷിച്ച് ഉണർന്നിരിക്കുകയായിരുന്നു. വേറെ ആരെങ്കിലും എടുത്തു പോകുമെന്ന് ഉള്ളൊരു പേടി കാരണം. എക് പൽ കെ ലിയെ ബി ആങ്കെ നഹി ജപ്കി തി. ഒരു നിമിഷം പോലും, പൽ എന്ന് പറഞ്ഞാൽ നിമിഷം, കണ്ണടച്ചില്ല. ജപ്കി തി എന്ന് പറഞ്ഞാൽ കണ്ണടച്ചിട്ടില്ല. നഹി ജപ്കി തി. സുബഹ് ഹോത്തെ ഹി വ സാബിർ മിസ്ത്രി കോ ബുലാനെ ചൽ ദിയാ ത. രാവിലെ ആയപ്പോൾ നമ്മുടെ സാബിർ മിസ്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയും ചെയ്തു. സാബിർ മിസ്ത്രിക്ക് നേരത്തെ അഡ്വാൻസ് കൊടുത്തതാണ്. അദ്ദേഹം വരുമെന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് പോയി, വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. घर बनाने के लिए.
सूरजा को डर था कहीं कोई उसे उल्टी सीधी पट्टी ना पड़ा दे। उसे अब किसी पर भी विश्वास नहीं था. സൂരജയ്ക്ക് ആകെ ഭയമായിരുന്നു. കഹി കോയി ഉസെ ഉൾട്ടി സീതി പട്ടി നാ പെടാതെ. ആരും ഇനിയിപ്പോൾ അദ്ദേഹത്തെ കബളിപ്പിക്കുമോ എന്നുള്ളൊരു പേടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഉൾട്ടി സീതി പട്ടി എന്ന് പറഞ്ഞാൽ കബളിപ്പിക്കുക. ഉസെ അബ് കിസി പർ വിശ്വാസ് നഹി താ. എന്താ കാരണം? അങ്ങനെ പേടിക്കാൻ കാരണം അദ്ദേഹത്തിന് ആരെയും വിശ്വാസം ഉണ്ടായിരുന്നില്ല. സലൂനി കാ ബുക്കാർ കം നഹി ഓ രഹാ താ. നമ്മുടെ സലൂനിയുടെ കള്ളൻ്റെ മകളുടെ പനി, ബുഖാർ, ഫീവർ കുറയുന്നുണ്ടായിരുന്നില്ല. സരോജിനെ കള്ളൻ സെ കിസി ഡോക്ടർക്ക് ബുലാനെ കെ ലിയെ കഹ. അങ്ങനെ സരോജ് നമ്മുടെ കള്ളനോട്, തൻ്റെ ഭർത്താവിനോട് ഏതെങ്കിലും ഡോക്ടറെ വിളിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. ഗാവ് ഭർ മേ സിർഫ് ഏക് ഡോക്ടർ താ. ആ ഗ്രാമത്തിലാകെ ഒരു ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. കാരണം ഗ്രാമമാണ്, അങ്ങനെ ആർക്കും വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. ആകെ നമ്മുടെ കള്ളൻ മാത്രം, താഴ്ന്ന ജാതിയിൽപ്പെട്ട അതായിട്ട് കൂടി നമ്മുടെ കള്ളൻ മാത്രമേ പുറത്തു പോയി നന്നായി പഠിച്ച് ജോലിയൊക്കെ വാങ്ങിയിട്ടുള്ളൂ. അതല്ലാതെ മറ്റ് ആർക്കും അങ്ങനെ വിദ്യാഭ്യാസമൊന്നുമില്ല. കള്ളൻ ഉസെ ഹി ബുലാനെ കെ ലിയെ ചൽ ദിയ. അങ്ങനെ കള്ളൻ ഡോക്ടറിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടു. കള്ളൻ കോ ദേഖ്തെ ഹി ഡോക്ടറിനെ മനാ കർ ദിയ. അങ്ങനെ കള്ളനെ കണ്ടതും ഡോക്ടർ വരാൻ കൂട്ടാക്കിയില്ല. സാമാന്യ പൂച്ച്താച്ച് കർക്കെ കുച്ച് ഗോലിയാം പുടിയ മേ ബാന്ദ് കർ ദേ ദി. വളരെ സാധാരണ രീതിയിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അന്വേഷിച്ച് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് വലിയ താല്പര്യമില്ലാതെ ഗോലിയാം പുടിയ മേ ബാന്ദ് കർ, കുറച്ച് ഗുളികകൾ, പുടിയ എന്ന് പറഞ്ഞാൽ പൊതിയാണ്, പൊതിയിൽ കെട്ടിയിട്ട് നമ്മുടെ കള്ളന് ഡോക്ടർ കൊടുത്തു. കള്ളനെ ബഹുത്ത് മിന്നത്തെ കി. ഡോക്ടർ സാബ് എക് ബാർ ചൽക്കെ തോ ദേഖ് ലോ. ഡോക്ടർ ടസ് സെ മസ് നഹി ഹുവ. കള്ളൻ ने कहा मरीज़ को यहीं आपके क्लिनिक में लेकर आ जाता हूँ. കള്ളനെ ബഹുത്ത് മിന്നത്തേക്ക്. കള്ളൻ ഒരുപാട് യാചിച്ചു. മിന്നത്തെ എന്ന് പറഞ്ഞാൽ യാചിക്കുക. ഡോക്ടറോട് യാചിച്ചു. ഡോക്ടർ സാബ് എക് ബാർ ചൽക്കെ തോ ദേഖ് ലോ. ഒരു തവണയെങ്കിലും എൻ്റെ കൂടെ വന്ന് എൻ്റെ മകളെ ഒന്ന് പരിശോധിക്കൂ എന്ന് ഡോക്ടറോട് യാചിച്ചു. ഡോക്ടർ ടസുസെ മസ് നഹി ഹുവ. ഡോക്ടറാണെങ്കിലോ ടസുസെ എന്ന് പറഞ്ഞാൽ നിന്നെടുത്ത് നിന്ന് മസ് നഹി ഹുവ, ഇളകിയില്ല, ഒരു മൈൻഡാക്കിയില്ല. കാരണം താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഡോക്ടറെ വിളിച്ച് തൻ്റെ വീട്ടിലേക്ക് വരുത്തുന്നത്. ഡോക്ടർക്കും അത് പിടിച്ചില്ല. കള്ളനെ കഹ മരീസ് കോ യഹീ ആപ്കെ ക്ലിനിക് മേ ലേക്കർ ആ ജാത്താ ഹൂം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കള്ളൻ വീണ്ടും പറഞ്ഞു, ഞാൻ എൻ്റെ മകളെ മരീസ് എന്ന് പറഞ്ഞാൽ രോഗിയെ ഞാൻ അങ്ങയുടെ ക്ലിനിക്കിൽ കൊണ്ടുവരാം. നഹി യഹാ മത്ത് ലാന. പക്ഷേ ഇവിടെ കൊണ്ടുവരണ്ട എന്നാണ് ഡോക്ടർ പറയുന്നത്. കൽ സെ മേരി ദുക്കാൻ ഹി ബന്ദ് ഹോ ജായേഗി. നാളെ മുതൽ എൻ്റെ കട അല്ലെങ്കിൽ ഷോപ്പ്, ക്ലിനിക്ക് ഓഫായിരിക്കും. ബന്ദ് ഹോ ജായേഗി. യെ മത്ത് ബോലോ തും ബൽഹാർ ഹോ. ഇത് നീ മറക്കണ്ട, നീ ഒരു ബൽഹാറാണ്, താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ്. ഡോക്ടറിനെ സാഫ് ചേതാവനി ദി. ഡോക്ടർ വളരെ ക്ലിയറായിട്ട് മുന്നറിയിപ്പ് കൊടുത്തു. ഇവിടെ കൊണ്ടുവരണ്ട, നാളെ മുതൽ ഷോപ്പ് അടയ്ക്കും, നീ ഒരു ബൽഹാറാണെന്ന് നീ മറക്കണ്ട എന്ന് മുന്നറിയിപ്പ് കൊടുത്തു. ഈ ദവ ഉസെ കിലാദോ ടീക്ക് ഹോ ജായേഗി. ഞാൻ തന്നിരിക്കുന്ന ഈ മരുന്ന് കൊടുക്കൂ, ശരിയായിക്കോളുമെന്ന് ഡോക്ടർ പറയുന്നു. കള്ളൻ നിരാശ ലൗട്ട് ആയാ താ. ഡോക്ടറിനെ ജോ ഗോലിയാൻ ദീ തീ വേ ഭി അസർഹീൻ തീ. അങ്ങനെ കള്ളൻ വളരെ നിരാശയോട് കൂടി മടങ്ങി വീട്ടിലെത്തുന്നു. ഡോക്ടറിനെ ജോ ഗോലിയാൻ ദീ തീ വേ ഭി അസർഹീൻ തീ. ഡോക്ടർ കൊടുത്ത ഗുളികകളും, ഗോലിയാം എന്ന് പറഞ്ഞ ഗുളിക, അതും അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല. അസർഹീൻ തീ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് അല്ല. മകൾക്ക് കൊടുത്തപ്പോൾ മാറിയില്ല, അസുഖം മാറിയില്ല, പനി മാറിയില്ല. ബുക്കാർ സെ ബദൻ തപ് രഹാ താ. നമ്മുടെ സലോനിയുടെ ശരീരം പനി കാരണം പൊള്ളുന്നുണ്ടായിരുന്നു. തപ് രഹാ താ എന്ന് പറഞ്ഞാൽ പൊള്ളുക. തേജ് ബുക്കാർ കെ കാരൺ വഹ് ലഗാതാർ ബഡബഡാ രഹി തി.
വളരെ ചൂടുള്ള പനി കാരണം, ഭയങ്കര പനിയായത് കാരണം അവളുടെ ശരീരം തുടർച്ചയായിട്ട് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അവളാകെ പിറുപിറുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു പനി കാരണം. സന്തോ ഉസ്കി സേവ ടഹൽ മേ ലഗി തി. സന്തോ അവളെ ശുശ്രൂഷിക്കുക, സേവ ടഹൽ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷിക്കുക, അവളെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അവളെ കൂടെ തന്നെ നമ്മുടെ സന്തോ ഉണ്ടായിരുന്നു. എക് മിനിറ്റ് കെ ലിയെ ഭി വഹ് ഹംസെ നഹി ഹട്ടി തി. ഒരു മിനിറ്റ് പോലും നമ്മുടെ സന്തോ സലോനിയുടെ അടുത്ത് നിന്ന് മാറിയില്ല. സരോജ് കി ചിന്ത ബഡ് രഹി തി. അമ്മയായ കാരണം, അമ്മ ആയതുകൊണ്ട് തൻ്റെ മകളുടെ പനി കണ്ടിട്ട് ആകെ പേടിച്ച് വളരെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ സരോജ്. ഉസ്കെ മനമേ തര തരയ്ക്ക് ശങ്കയെ ഉഠ് രഹി തി. പലതരത്തിലുള്ള ശങ്കകൾ ഉണരാൻ തുടങ്ങി അവളുടെ മനസ്സിൽ. സൂരജ സുബഹ ഗയ ദോപഹർ ബാദ് ലൗട്ടാത്ത. നമ്മുടെ സൂരജ രാവിലെ പോയിട്ട് ഉച്ചയ്ക്കാണ് മടങ്ങി വന്നത്. ദോപഹർ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക്. തക്ക ഹര ഹതാശ. എങ്ങനെയാണ് മടങ്ങി വരുന്നത്? വളരെ ക്ഷീണിച്ചുകൊണ്ട്, നിരാശയോടുകൂടിയാണ്. ഹതാശ എന്ന് പറഞ്ഞാൽ നിരാശ, തക്ക എന്ന് പറഞ്ഞാൽ ക്ഷീണം. ഉസേ ഇസ് ഹാൽ മേ ദേക്കർ കള്ളനെ പൂച്ച. ആ അവസ്ഥയിൽ വരുന്നത് കണ്ടപ്പോൾ കള്ളൻ അദ്ദേഹത്തോട് ചോദിച്ചു, ക്യാ ഹുവ ബാപ്പു, എന്താ സംഭവിച്ചത് ബാപ്പു? സൂരജാനെ നിഠാൽ സ്വർ മേ കഹാ ഹോണ ക്യാ താ. സൂരജാനെ വളരെ ക്ഷീണിച്ച, നിഠാൽ സ്വർ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ച സ്വരത്തോടു കൂടി പറഞ്ഞു, ഹോണ ക്യാ താ, എന്തുണ്ടാകാനാ? മിസ്ത്രി കഹി ദൂർ റിശ്തേദാരി മേ ഗയ. നമ്മുടെ മിസ്ത്രി വളരെ ദൂരത്ത് അദ്ദേഹത്തിൻ്റെ റിശ്തേദാരി, റിലേറ്റീവിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. 10-15 ദിൻ ബാദ് ആവേഗ. 10-15 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ബേട്ടെ മുझे നാ ലഗേ ഇപ്പോൾ ആവേഗ. മകനെ, അദ്ദേഹം ഇനി നമ്മളെ അടുത്തേക്ക് നമുക്ക് വീടുണ്ടാക്കാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സൂരജാനെ അപ്നി മൻ കി ഹതാശ ജാഹിർ കി. സൂരജ തൻ്റെ മനസ്സിലുള്ള നിരാശ ജാഹിർ കി, പ്രകടമാക്കി. क्यों बापू, हम तो उसकी मेहनत का पैसा उसे पेशगी दे रहे थे, फिर भी वो मुकर गया. അതെന്താണ് അച്ഛാ ബാപ്പു? ഹം തോ ഉസ്കി മെഹനത് കാ പൈസ, അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിനുള്ള, അദ്ദേഹത്തിൻ്റെ ജോലിക്കുള്ള പൈസ ഉസെ പേശകി ദേ രഹേ തെ, അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. പേശകി എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ആയിട്ട്. ഫിർ ഭി വോ മുക്കർ ഗയ. എന്നിട്ടും അദ്ദേഹം നിഷേധിച്ചോ? മുക്കർ ഗയ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക. കള്ളനെ താജുബ് ജാഹിർ കിയ. കള്ളൻ തൻ്റെ ആശ്ചര്യം പ്രകടമാക്കി. അദ്ദേഹം എന്താണ് വരാത്തത്? അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തതാണല്ലോ, എന്നിട്ടും അദ്ദേഹം നിഷേധിച്ചോ എന്ന് നമ്മുടെ കള്ളൻ ആശ്ചര്യപ്പെട്ടു. ഗാവ് കെ ഹി കിസിനെ ഉസെ റോക്ക ഹോക. ഗ്രാമത്തിലെ ആരോ അദ്ദേഹത്തെ തടഞ്ഞു കാണും. കാരണം ഗ്രാമത്തിലുള്ള ആരും അദ്ദേഹത്തിന് വീടുണ്ടാക്കുവാൻ തയ്യാറല്ല, ഇഷ്ടവും പെടുന്നില്ല. साबिर ऐसा आदमी तो ना है, वह भी इनसे डर गया दिखे. सूरजा ने गहरे अवसाद में डूबकर कहा. അപ്പോൾ സൂരജ വളരെ ഉദാസി ഹോക്കർ, അവസാദ് എന്ന ഉദാസി, വളരെ ക്ഷീണിച്ച് ദുഃഖത്തോടു കൂടി പറഞ്ഞു, നമ്മുടെ സാബിർ അങ്ങനെ ഒരു വ്യക്തിയല്ല, അദ്ദേഹവും മറ്റുള്ളവരെ പേടിച്ചിട്ട് ആയിരിക്കും അങ്ങനെ ചെയ്തത് എന്ന് പറയുകയാണ്. ദോനോ ഗഹരി ചിന്ത മേ ഡൂബേത്ത്. രണ്ടുപേരും വളരെ ഡീപ്പായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. ഗഹരി, ഡീപ്പ്. സലോനി കാ ജി കൈസാ ഹെ, സൂരജനെ പൂച്ച. എന്നിട്ട് സൂരജ ചോദിച്ചു, സലോനിയുടെ അവസ്ഥ എന്താണ്? ജി, അവസ്ഥ. കൈസാ ഹെ, എങ്ങനെയുണ്ട്? ഉസ്കി തബിയത്ത് ജ്യാദാ ഹി ബിഗഡ് ഗയി ഹെ, അസ്പതാൽ ലേ ജാനാ പടേഗ. കള്ളനെ ചിന്താ വ്യക്തിക്ക്. അപ്പോൾ കള്ളൻ പറഞ്ഞു, ഉസ്കി തബിയത്ത്, അവളുടെ ഹെൽത്ത്, തബിയത്ത് എന്ന് പറഞ്ഞാൽ ഹെൽത്താണ്, കുറച്ചും കൂടി മോശമായി അവസ്ഥയായിക്കൊണ്ടിരിക്കുകയാണ്. അസ്പതാൽ ലേ ജാനാ പടേഗ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും എന്ന് കള്ളൻ മറുപടി കൊടുത്തു. കിസി ജാഡു ഫൂങ്ക് വാലേക്കോ ബുലാओ, കഹി കുച്ച് ഓപ്പേറ നാ ഹോ. സുരജാനെ മൻ കി ശങ്ക ജതായി. നമുക്ക്, സൂരജ പറയുകയാണ്, നമുക്ക് ഏതെങ്കിലും മന്ത്രവാദീൻ്റെ അടുത്ത്, ജാഡു ഫൂങ്ക് എന്ന് പറഞ്ഞാൽ മന്ത്രവാദമൊക്കെ ചെയ്യുന്ന, കാരണം ഗ്രാമമാണ്, ഒരുപാട് അന്ധവിശ്വാസങ്ങളിലൊക്കെ കഴിയുന്നവരായിരിക്കാം.
പലർക്കും വിദ്യാഭ്യാസവുമില്ല. അതുകൊണ്ട് തന്നെ പണ്ടുള്ളവർ അങ്ങനെയാണ്, ഡോക്ടറെ അടുത്തൊന്നും പോവാതെ സാധാരണ ചികിത്സ ഒക്കെ ആശ്രയിക്കും. അതുപോലെ തന്നെ ഇവിടെയും മന്ത്രവാദം ചെയ്ത് മാറ്റാൻ കൊണ്ടുപോയാലോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ സൂരജ. കഹി കുച്ച് ഒപ്പേറ നാഹോ. ഒപ്പേറ എന്ന് പറഞ്ഞാലും ഇങ്ങനെ മന്ത്രവാദമൊക്കെ ചെയ്ത് മന്ത്രങ്ങളൊക്കെ ജപിച്ച് അസുഖം മാറ്റുന്ന ആളിവിടെ എവിടെയെങ്കിലും ഉണ്ടോ, നമുക്ക് അവരുടെ അടുത്ത് കൊണ്ടുപോയാലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ശങ്ക, ഒരു സംശയം ചോദിച്ചു. നഹി ബാപ്പു, മേ കൽ സുബഹി ഉസെ ലേക്കർ ഷഹർ ജാവുങ്ക. വേണ്ട അച്ഛ, ഞാൻ നാളെ തന്നെ രാവിലെ അവളെയും കൊണ്ട് സിറ്റിയിലേക്ക്, പട്ടണത്തിലേക്ക് പോകും. ബസ് ആജ് കി രാത് ടീക് ടാക്ക് കട്ട് ജായേ. ഇന്നത്തെ രാത്രി എങ്ങനെയെങ്കിലുമൊക്കെ നല്ലപോലെ ഒന്ന് കടന്നു കിട്ടണം, നാളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. കള്ളൻ കെ സ്വരമേ ഗഹരി പീഡ ഭരി ഹുയി തി. അത് പറയുമ്പോൾ നമ്മുടെ കള്ളൻ്റെ സ്വരത്തിൽ വളരെ വേദന നിറഞ്ഞിട്ടാണ്, ആഴത്തിലുള്ള വേദന നിറഞ്ഞിട്ടാണ് പറയുന്നത്. മകൾക്ക് സുഖമില്ല, വീടുണ്ടാക്കാനാണെങ്കിൽ ആ ഗ്രാമത്തിലെ ആൾക്കാർ സമ്മതിക്കുന്നില്ല, ആകെ വിഷമമാണ്. സൂരജനെ ഉസേ ഢാണ്ടസ് ബാന്ധായ. സൂരജ അത് പറഞ്ഞപ്പോൾ നമ്മുടെ കള്ളന് ഢാണ്ടസ് ബാന്ധായ, ധൈര്യം കൊടുത്തു. पूरी रात जागते हुए कटी थी. सलोनी की तबीयत बहुत ज़्यादा बिगड़ गई थी. അങ്ങനെ രാത്രി മുഴുവനും ഉണർന്ന് ആണ് കഴിച്ചു കൂട്ടിയത് എല്ലാവരും. ജാഗ്തേ ഹുവേ, ഉണർന്നുകൊണ്ട് കട്ടീത്തി, കഴിച്ചു കൂട്ടുക. സലോനിക്ക് തബിയത്ത് ബഹുത് ज़्यादा ബിഗഡ് ഗയി തി. നമ്മുടെ സലോനിയുടെ ഹെൽത്ത് വളരെ മോശമായിക്കൊണ്ട് ഇരിക്കുകയാണ്, വളരെ മോശമായി. സുബഹ ഹോത്തെ ഹി കള്ളനെ സലോനിക്കോ പീഡ് പർ ലാദ. അങ്ങനെ രാവിലെ ആയപ്പോൾ കള്ളൻ സലോനിയെ തൻ്റെ പുറത്ത് ചുമക്കുകയാണ്. പീഡ് പർ ലാദന എന്ന് പറഞ്ഞാൽ പുറത്ത് ചുമക്കുക. ഉസ്കെ ഈദ് ഗീദ് ടീക് സെ കപ്പട ലപേട്ട. തലങ്ങും വിലുങ്ങും, ഈദ് ഗീദ് എന്ന് പറഞ്ഞാൽ തലങ്ങും വിലുങ്ങും നല്ലതുപോലെ വസ്ത്രം ചുറ്റി. അതായത് ഭയങ്കരമായിട്ടുള്ള പനിയാണ്, അതുകൊണ്ട് തന്നെ നല്ല ചൂടുള്ള വസ്ത്രമൊക്കെ പൊതിഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. പുറത്ത് ചുമന്നിട്ടാണ് അവളെ കൊണ്ടുപോകുന്നത്. സരോജ് സാത്തി, കൂടെ സരോജും ഉണ്ടായിരുന്നു. വേ ധൂപ് ജട്ടനെ സെ പെഹലെ ഷഹർ പहुंच जाना चाहते थे. വെയിലാകുന്നത് മുമ്പ്, വെയിൽ വരുന്നതിന് മുന്നേ തന്നെ പട്ടണത്തിൽ എത്തിച്ചേരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ധൂപ് ചടനെ സെ പെഹലെ എന്ന് പറഞ്ഞാൽ വെയിൽ വരുന്നതിന് മുന്നേ. ഷഹർ ഗാവ് സെ ലഗ്ഭഗ് 8-10 കിലോമീറ്റർ ദൂരത്ത. നമ്മുടെ പട്ടണം ഗ്രാമത്തിൽ നിന്ന് ഏകദേശം ലഗ്ഭഗ് 8-10 കിലോമീറ്റർ ദൂരത്തായിരുന്നു. ആനെ ജാനക കോയി സാധന നഹി ത. വരാനും പോകാനും ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല, ഗ്രാമമാണ്, പണ്ടൊന്നും അങ്ങനെ വികസനമൊന്നും വന്നിട്ടില്ല. കള്ളനെ ഗാവ് കെ സമ്പന്ന ചമാരോं से बैलगाड़ी मांगी थी, लेकिन बलहारों को वे गाड़ी देने को तैयार नहीं थे. നമ്മുടെ കള്ളൻ ഗ്രാമത്തിലുള്ള സമ്പന്നരായ ചമാരോं से, താഴ്ന്ന ജാതിയിൽപ്പെട്ട ചമാരവരോട്, അതായത് അവരെ അതേ അവസ്ഥയിൽ തന്നെയുള്ളവരാണെങ്കിലും കുറച്ച് സമ്പന്നരാണ് ആര്, ചമാരോ. അവരോട് കാളവണ്ടിയൊക്കെ ചോദിച്ചു, ബേൽഗാഡി. പക്ഷേ ബൽഹാർ അവരെക്കാളും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായതുകൊണ്ട് അവർ ഗാഡി ഇവർക്ക് കൊടുത്തില്ല. ഗാഡി ഉണ്ടായിരുന്നിട്ടും കൂടി കൊടുത്തില്ല. അത്രയ്ക്കുമുണ്ട് മനുഷ്യത്വം എന്ന് നിങ്ങൾ ചിന്തിക്കണം. പീഡ് പർ ലാദ്കർ സലോനി കോ ലേ ചലന കഠിൻ ഹോ രഹാ ത. പുറത്ത് ഇങ്ങനെ ചുമന്ന് അവളെ കൊണ്ടുപോകുന്നത് വളരെ കഠിനമായിട്ട് അനുഭവപ്പെട്ടു, കാരണം കുറച്ച് മുതിർന്ന കുട്ടിയാണ്. വ ബാർ ബാർ പീഡ് സെ നീച്ചേക്ക് ഓർ ലുടക് രഹി തി. നമ്മുടെ കള്ളൻ പല തവണയായിട്ട് ചുമക്കുമ്പോൾ ഭയങ്കര കഷ്ടപ്പാട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്ത് നിന്ന് ഉരുണ്ട് വീഴുന്നുണ്ടായിരുന്നു. മകള് പുറത്താണ് കയറ്റി കൊണ്ടുപോകുന്നത്. മകളെ ചുമന്നുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ലുടക് രഹീത്തി, ലുടക്ക് എന്ന് പറഞ്ഞാൽ ഉരുളുക, താഴേക്ക് ഉരുണ്ട് പോകുന്നുണ്ടായിരുന്നു. കള്ളൻ കി പത്നി സഹാര ദേത്തെ ഹുവേ ഉസ്കെ പീച്ചെ പീച്ചെ ചൽ രഹി തി. കള്ളൻ്റെ വൈഫ് അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. വേ ജൽദി സെ ജൽദി ഷഹർ പहुंचना चाहते थे, लेकिन रास्ते काटे नहीं कट रहा था. വളരെ പെട്ടെന്ന് തന്നെ പട്ടണത്തിൽ എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ വഴിക്ക് നീളം കൂടുന്ന അവസ്ഥയായിട്ടാണ് അവർക്ക് തോന്നുന്നത്. എത്തുന്നില്ല, എത്ര സ്പീഡിൽ നടന്നിട്ടും എത്താത്ത അവസ്ഥ.
കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ സങ്കടത്തിൽ എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ എത്തണമെന്ന് വിചാരിച്ച് പോയാൽ എത്തത്തുമില്ല, അങ്ങനത്തെ ഒരവസ്ഥ. आज की कक्षा इतना ही। आशा करता हूँ आप लोगों को समझ में आया है। धन्यवाद।